ഹായ് ഡിയേഴ്സ്, നമ്മുടെ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ നിന്നും ഈ മെയിൻ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്താലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. സം ഓഫ് 3 consecutive natural numbers is 15. What are the numbers? അതായത് തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ 3 consecutive natural നമ്പേഴ്സിന്റെ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവയെ ബീജഗണിത രൂപം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? ആദ്യത്തെ സംഖ്യ x ആണെങ്കിൽ തൊട്ടടുത്ത സംഖ്യ എന്താവും? ഇതിന്റെ തൊട്ടടുത്ത സംഖ്യ x+1 ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യയോ x+2 ആയിരിക്കും. അപ്പോൾ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ x+1 x+2. വേണമെങ്കിൽ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഈ നടുവിലെ സംഖ്യയെ x എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇത് x+1 ആവും. തൊട്ട് മുമ്പത്തെ സംഖ്യ ഇതിൽ നിന്നും 1 കുറയ്ക്കുമ്പോഴല്ലേ കിട്ടുക? x-1 എന്നാവും. ഇങ്ങനെ ഏത് രീതിയിൽ എടുത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. റെഡി? അപ്പോൾ x+1 ആൻഡ് x+2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇതിൻ്റെ സം അല്ലെങ്കിൽ തുക 15 ആണ്. അപ്പോൾ x+1 + x+2 ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. 15 കിട്ടും. ഇവിടെ എന്ത് ചെയ്യാം? x അങ്ങനെ 3 xകൾ ആഡ് ചെയ്യുമ്പോൾ എന്താവും? 3x ആവും. പ്ലസ് ഇവിടെയോ 1+2 അതായത് 3 ആവും. 1+2 3 = 15. ഇപ്പം നമുക്ക് എന്താണ്? ഒരു ഇക്വേഷൻ ആയിട്ടുണ്ട് അല്ലേ? യെസ്, നമുക്ക് മുമ്പേ ഇതന്നെ ഒരു ഇക്വേഷൻ ആണ്. ഇതിനൊന്ന് നമ്മൾ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നു. ഇതിനൊന്ന് ലഘൂകരിച്ചു. അപ്പം നമുക്ക് എന്ത് വന്നു? ഇപ്പോൾ 3x + 3 = 15 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ വേഗം ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. എന്താണ് വരിക? ഈ 3നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? 3x = 15 - 3 15 - 3 അതായത് 12. അപ്പോൾ x എത്രയാണ് വരിക? 3x ആണ് 12. അങ്ങനെയാണെങ്കിൽ നമ്മുടെ x എന്ത് വരും? 12/3 അല്ലേ? ഇവിടെ എന്തായിരുന്നു? 3x = 12 എന്നാണ്. അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതിനപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. സോ നമുക്ക് x എന്ത് കിട്ടി? x = 4 എന്ന് കിട്ടി. x 4 എന്ന് കിട്ടി. സോ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4 5 6. 4 5 6. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് വെരിഫൈ ചെയ്യണം. ഞാൻ കണ്ടുപിടിച്ചത് ശരിയാണോ, ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കാം? ഇതൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവം വരുന്നത്? 15 തന്നെയല്ലേ വരുന്നത്? അപ്പോൾ കറക്റ്റാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ സിമ്പിളാണ്. ഇവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ അതിൻ്റെ അൾജിബ്രയിലോട്ട് ബീജഗണിത രൂപത്തിലൂടെ മാറ്റാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ജീനാസ് ഏജ് ഈസ് 5 times her son's age. ജീനയുടെ പ്രായം അവളുടെ മകൻ്റെ പ്രായത്തിൻ്റെ 5 മടങ്ങാണ്. ആഫ്റ്റർ 2 years 2 വർഷം കൂടെ കഴിഞ്ഞാൽ ദ സം ഓഫ് ദെയർ ഏജസ് വിൽ ബി 40. അപ്പോൾ 2 വർഷം കൂടെ കഴിഞ്ഞാൽ ജീനയുടെ പ്രായവും മകൻ്റെ പ്രായവും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 കിട്ടും. യൂസ് ദ ഇൻഫോർമേഷൻ ഗിവൻ ആൻഡ് ഫിൽ ഇൻ ദ ടേബിൾ ബിലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് ഈ തന്നിരിക്കുന്ന ടേബിൾ എന്ത് ചെയ്യണം? ഫിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, സണ്ണിൻ്റെ പെർസെൻറ്റേജ്, അപ്പോൾ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം x എന്നെടുത്തു. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടുള്ള മകൻ്റെ പ്രായം എന്താവും? x+2 ആയിരിക്കും അല്ലേ? x+2 ആയിരിക്കും. ഇനി ജീനയുടെ ഏജോ? മകൻ്റെ പ്രായം x ആണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള ആ ഒരു ബന്ധം എന്താണ്? റിലേഷൻ എന്താണ്? ജീനാസ് ഏജ് ഈസ് 5 times of her son's age. മകൻ്റെ പ്രായത്തിൻ്റെ 5 times ആണ്, 5 മടങ്ങാണ്. സോ മകൻ്റെ പ്രായം x ആണെങ്കിൽ ജീനയുടെ പ്രായം എന്തായിരിക്കും? 5x ആയിരിക്കും. ഇതിൻ്റെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5x ആയിരിക്കും. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടുള്ള ജീനയുടെ പ്രായം എന്താ? ഇപ്പോൾ 5x ആണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ 5x + 2. ക്ലിയർ? വാട്ട് ഈസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് ദ സൺ? അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ടേബിൾ നമ്മൾ ഫിൽ ചെയ്തു. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? വാട്ട് ഈസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് ദ സൺ? മകൻ്റെ ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവർ വേറെ ഒരു റിലേഷനും കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? സം
ഓഫ് ദെയർ ഏജസ് വിൽ ബി 40. എപ്പോൾ 2 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40 ആയിരിക്കും. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ജീനയുടെ പ്രായം എത്രയാണ്? 5x അല്ല, 5x + 2 ആണ്. മകൻ്റെ പ്രായോ x + 2 ആണ്. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ജീനയുടെ പ്രായം 5x + 2ഉം മകൻ്റെ പ്രായം x + 2ഉം. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? ഇതിൻ്റെ തുക എന്ന് പറയുന്നത് 40 കിട്ടും. ക്ലിയർ? ഇപ്പോൾ നമ്മൾ ഈ തന്നിട്ടുള്ള ആ ഒരു റിലേഷനെ നമ്മളിവിടെ ഒരു സമവാക്യ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡിനെ ഒന്ന് ലഘൂകരിക്കാം, സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്? 5xും ഈ ഒരു എക്സും കൂടെ ആഡ് ചെയ്താൽ 6x ആണ്. പ്ലസ് 2ഉം ഈ 2ഉം കൂടെ ആഡ് ചെയ്താൽ 4 ആണ്. അപ്പോൾ 6x + 4 = 40. അപ്പോൾ ഇതിൽ നിന്നും 6x എന്ത് വരും? 6x കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 4നെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ 40 - 4 36. സോ നമുക്ക് x എന്ത് കിട്ടും? 6x = 36 ആണെങ്കിൽ ഇതിൽ നിന്ന് നമ്മുടെ x എന്താ വരിക? 36. എന്ത് ചെയ്താൽ മതി? ഈ 6 അപ്പുറത്തേക്ക് പോയാൽ മതി. 6 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? 6 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ, ഹരണമാവും. 36/6 എത്രയാണ്? 36/6 6. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അതായത് എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തത് എന്താ? മകൻ്റെ പെർസെൻറ്റേജ്, മകൻ്റെ ഇപ്പോഴത്തെ പ്രായത്തിനെയാണ് നമ്മളിവിടെ എക്സ് എന്ന് പറഞ്ഞെടുത്തത്. അപ്പോൾ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം നമുക്ക് എത്ര കിട്ടി? മകൻ്റെ ഇപ്പോഴത്തെ പ്രായം നമുക്ക് 36 അല്ല 6 കിട്ടി. 36/6 6 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി അല്ലെ, ക്വസ്റ്റ്യൻ നമ്പർ ബിക്കുള്ള ഉത്തരമായിട്ടുണ്ട്. എന്താണ്? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ദ സൺ? മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്താണ്? 6 വയസ്സ്, 6 years old. ഫൈൻഡ് ജീനാസ് പെർസെൻറ്റേജ്. ജീനയുടെ ഇപ്പോഴത്തെ പ്രായം വേണം. അപ്പോൾ ജീനയുടെ ഇപ്പോഴത്തെ പ്രായം എന്താ? 5x ആണ്. അപ്പോൾ 5x = 5 × x എത്രയാ? 6. അപ്പോൾ 6 × 5 30. 6 × 5 30. റെഡി? അപ്പോൾ സിമ്പിൾ ആയിരുന്നില്ലേ? അപ്പോൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ, പ്രസ്താവനയെ എന്താക്കാൻ പറ്റണം? ഓൾജിബ്രിക് ഫോമിലേക്ക്, ബീജഗണിത രൂപത്തിലേക്ക് മാറ്റാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സിമ്പിളാണ്. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. റെഡി? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇൻ ദ ഫിഗർ AB = AC. ABയും ACയും ഈക്വൽ ആണ്. അപ്പോൾ ഈ ഫിഗർ ശ്രദ്ധിച്ചേ, ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണമാണ്. ദെൻ ആംഗിൾ സി. അപ്പോൾ ഇവിടെ ABയും ACയും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് ത്രികോണമാവും? ഇതൊരു എന്താണ്? 2 വശങ്ങൾ തുല്യമായാൽ ഇതെന്തായി? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയി അല്ലേ? ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. സമപാർശ്വ, 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ത്രികോണം, 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ത്രികോണം ആണ് സമപാർശ്വ ത്രികോണം. അതിൽ 2 സൈഡ്സ് മാത്രമല്ല ഈക്വൽ ആവുക, എന്തായിരിക്കും? ഈക്വൽ ആയിട്ടുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും കൂടെ ഈക്വൽ ആയിരിക്കും. തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ABയും ACയുമാണ് ഇവിടെ ഈക്വൽ സൈഡ്സ് എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന, എതിരെ വരുന്ന കോണുകൾ, ആംഗിളുകൾ ഏതൊക്കെയാണ്? ABക്ക് ഓപ്പോസിറ്റ് എതിരെ വരുന്ന കോൺ എന്ന് പറയുന്നത് C ആണ്. ACക്ക് എതിരെ വരുന്ന കോൺ B ആണ്. അപ്പോൾ Bയും Cയും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ B എത്ര തന്നു? 55 ഡിഗ്രി തന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ C എത്രയായിരിക്കും? C എത്രയായിരിക്കും? യെസ്, ആംഗിൾ സിയും 55 ഡിഗ്രി. അപ്പോൾ എന്ത് കിട്ടി? ആംഗിൾ സി 55 ഡിഗ്രി എന്ന് കിട്ടി. അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? ആംഗിൾ എ കാണണം. അപ്പോൾ ഒരു ത്രികോണത്തിലെ 2 കോൺ കിട്ടിയാൽ മൂന്നാമത്തെ കോൺ നിങ്ങൾക്ക് കാണാൻ അറിയില്ലേ? 2 കോൺ തന്നാൽ മൂന്നാമത്തെ കോൺ കാണാൻ നമ്മൾ 6ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് അല്ലേ? യെസ്, 2 കോൺ തന്നാൽ എങ്ങനെയാണ് മൂന്നാമത്തെ കോൺ കാണുക? 180ൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? തന്നിട്ടുള്ള 2 കോണുകളുടെയും തുക മൈനസ് ചെയ്താൽ മതി. ഓക്കെ? അപ്പോൾ അത് എത്ര വരും? 180 - 55 + 55 110. സോ എത്രയാണ്? 70 ഡിഗ്രി എന്ന് വരും. ക്ലിയർ? 70 ഡിഗ്രി. സെറ്റ് ആണോ? ക്ലിയർ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതെന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണങ്ങളുടെ പ്രത്യേകത വെച്ച് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റാണ്. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ട്രയാങ്കിൾ ABC, AB = AC = 10 cm. അപ്പോൾ ABC എന്നുള്ള ട്രയാങ്കിളിൽ ABയും ACയും 10 cm ആണ്. M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC. BCയുടെ മധ്യബിന്ദുവാണ് M. BCയുടെ മിഡ് പോയിന്റ് ആണ് M, മധ്യബിന്ദുവാണ് M.
അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു കാര്യം പറയാം. ഓക്കെ, ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ബി എം ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ബി എം 6 ആണ്. ബി എം എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. ഓൾറെഡി ഇവർ എന്ത് പറഞ്ഞു? ബി സിയുടെ മധ്യബിന്ദുവാണ് എം. അങ്ങനെയാണെങ്കിൽ മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ ബി എമ്മിൻ്റെ നീളവും എം സിയുടെ നീളവും ഈക്വൽ ആയിരിക്കില്ലേ? അവർ രണ്ടും ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ ബി എം 6 ആണെങ്കിൽ എം സിയും എത്ര തന്നെയാണ്? 6 ആയിരിക്കും. അതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒന്നാമത്തെ കാര്യം. എം സി എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. ഇവർ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ പറഞ്ഞതാ. ഓക്കെ, ചോദ്യം എന്താ? ഫൈൻഡ് ആംഗിൾ എ എം ബി. എ എം ബി എന്നുള്ള ആംഗിൾ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് നോക്കിയേ. എ ബിയും എ സിയും തുല്യമാണ്. എ ബിയും എ സിയും തുല്യമാണ്. അതായത് ഇതെന്താണ്? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. സമപാർശ്വ ത്രികോണമാണ്. ഐസോസെലസ് സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ സമപാർശ്വ ത്രികോണത്തിലെ ഇത് തുല്യമായിട്ടുള്ള രണ്ട് സൈഡാണ് എ ബിയും എ സിയും. അപ്പോൾ തുല്യമല്ലാത്ത വശം ഏതാ? ഇതിൽ ബി സി അല്ലെ? മൂന്നാമത്തെ വശമാണ് ബി സി. അപ്പോൾ ബി സിയിലേക്ക് നമ്മൾ എയിൽ നിന്നും ഒരു ലൈൻ വരച്ചു അല്ലേ? അപ്പോൾ ബി സിയിലേക്ക് എയിൽ നിന്നും ഒരു ലൈൻ വരച്ചപ്പോൾ ആ ലൈൻ എന്താ? നമ്മുടെ ബി സിയെ ബൈസെക്ട് ചെയ്തു. എന്ത് ചെയ്തു? ബൈസെക്ട് ചെയ്തു, സമഭാഗം ചെയ്തു. അപ്പോൾ സമപാർശ്വ ത്രികോണങ്ങളിൽ ഐസോസെലസ് ട്രയാങ്കിളിൽ ഒരു പ്രത്യേകതയുണ്ട്. തുല്യമല്ലാത്ത വശം, അതായത് ഇവിടെ ഏതാ തുല്യമല്ലാത്ത വശം? ഈക്വൽ അല്ലാത്ത സൈഡ് ഏതാ? ബി സി. ബി സിയിലേക്ക് ഇവിടെ നിന്നും വരയ്ക്കുന്ന ബൈസെക്ടർ ഇതിന് എന്ത് ചെയ്യും? ലംബ സമഭാഗം ചെയ്യും. അതായത് ഈ എ എം എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ ആണ്. ഓക്കെ, ബി സിയുടെ ബൈസെക്ടർ ആണ് എ എം. ഓക്കെ, ബി സിയുടെ ബൈസെക്ടർ ആണ് എ എം. ഇതൊരു സമപാർശ്വ ത്രികോണമല്ലേ? ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ബൈസെക്ടറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? വെറും ബൈസെക്ടർ അല്ല, പെർപെൻഡിക്കുലാർ ബൈസെക്ടർ ആണ്. ഓക്കെ, ലംബ സമഭാജിയാണ്. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഈ ബൈസെക്ടർ എന്ത് ബൈസെക്ടർ ആയത്? പെർപെൻഡിക്കുലാർ ബൈസെക്ടർ ആയത്. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ ആണെങ്കിൽ ഈ ആംഗിൾ ഇവിടെ എത്ര വരും? 90 ഡിഗ്രി വരും. സോ ആംഗിൾ എ എം ബി 90 ഡിഗ്രി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ എം. എ എമ്മിൻ്റെ ലെങ്ത് കാണണം. സിമ്പിൾ ആണല്ലേ? എ എമ്മിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി മട്ട ത്രികോണമായി അല്ലേ? ഈ എ ബി എം നമ്മൾ കൺസിഡർ ചെയ്താൽ അതൊരു മട്ട ത്രികോണമാണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ എന്താ? നമ്മുടെ പൈതഗോറസ് സിദ്ധാന്തം അല്ലേ? പൈതഗോറസ് സിദ്ധാന്തം വെച്ച് കണ്ടുപിടിക്കാം. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഹൈപ്പോട്ടന്യൂസ് 10 ആണ്. ഹൈപ്പോട്ടന്യൂസ് 10 അല്ലേ? കർണം 10. ബേസോ പാദം എന്താണ്? പാദം ബേസ് 6. അപ്പോൾ നമ്മുടെ ലംബം ഓൾട്ടിറ്റ്യൂഡ് എന്താ വരിക? ലംബം ഓർ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? റൂട്ട് ഓഫ് 10² മൈനസ് 6² അല്ലേ? കർണം സ്ക്വയറിൽ നിന്നും പാദം സ്ക്വയർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലംബമല്ല, ലംബത്തിൻ്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ ലംബം എങ്ങനെ കിട്ടുക? ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ എത്ര വരും? റൂട്ട് ഓഫ് 100 മൈനസ് 36, റൂട്ട് ഓഫ് 64, അതായത് 8. റൂട്ട് ഓഫ് 64 8, അതായത് 8 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ എ എമ്മിൻ്റെ നീളം വരിക. എ എം എപ്പോൾ എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബി സി? ബി സിയുടെ നീളം സിമ്പിളാണ്, വളരെ വളരെ എളുപ്പമാണ്. ബി എം എന്ത് പറഞ്ഞു? ബി എം ഇവിടെ 6 ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം എം മിഡ് പോയിന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എഴുതി വെച്ചു എന്താ? അങ്ങനെയാണെങ്കിൽ എം സിയും എന്തെന്നെയാണ്? 6 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബി സി എത്രയാ? ബി സിയുടെ ലെങ്ത് എന്താ? 6 + 6 12 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സമപാർശ്വ ത്രികോണങ്ങൾ ഐസോസെലസ് ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ 2 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ഏകനിൻ്റെ ക്ലാസ് 8 ചാനലിൽ വന്നോളൂ. ഈ 2 ചാപ്റ്ററിൽ നിന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലൈവിൽ കാണാം.